ഇന്ന് നമുക്ക് എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാതെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ഇളം ചൂടുള്ള പാല്, 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, 1 ടീസ്പൂൺ പഞ്ചസാര, 3/4 ടേബിൾ സ്പൂൺ ബട്ടർ, 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 250 കപ്പിൽ 1/2 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതൊരു 5-6 മിനിറ്റെങ്കിലും നമുക്കിതുപോലെ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു 2 മണിക്കൂർ റെസ്റ്റിന് മാറ്റി വെക്കാം. ഇനി ഒരു കടായി ചൂടായി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവോള കട്ട് ചെയ്തെടുത്തത്, പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത്, 2 മീഡിയം സൈസിലുള്ള പച്ചമുളക് കട്ട് ചെയ്തെടുത്തത്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. പിന്നെ ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മീറ്റ് മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് മാറ്റി വെച്ച ആ മാവ് ഇതുപോലെ പൊന്തിയതിന് ശേഷം നമുക്കിത് ഏകദേശം ഒരേ അളവിൽ 3ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഇനി ഇതിൽ നിന്ന് ഓരോന്നും എടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കണം. ഇത് പരത്തിയെടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് നീളത്തിൽ വേണം പരത്തിയെടുക്കാൻ. ഇനി ഇതിൻ്റെ അറ്റത്തുനിന്ന് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമ്മൾ റെഡിയാക്കിയെടുത്ത ആ ഫില്ലിങ്ങും പിന്നെ പുഴുങ്ങിയെടുത്ത മുട്ട 2ആയിട്ട് കട്ട് ചെയ്തതും കൂടെ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരറ്റം പിടിച്ചിട്ട് നമുക്ക് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ബാക്കിയുള്ള ഈ ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് വരഞ്ഞിട്ട് കൊടുക്കണം. ഫില്ലിങ്ങിന് തട്ടാതെ വേണം ഇതുപോലെ വരഞ്ഞു കൊടുക്കാൻ. ഇനി ഇതുപോലെ വരഞ്ഞു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാവുന്നതാണ്. ഇനി ഈ വരഞ്ഞ ഭാഗം ഇതുപോലെ മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇതിൻ്റെ 2 അറ്റവും നമുക്കിതുപോലെ ഉള്ളിലേക്ക് അങ്ങ് മടക്കി കൊടുക്കാവുന്നതാണ്. ഇനി ഇതുപോലെ ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ആക്കി കൊടുത്തിട്ട് അതിലേക്ക് അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കും. ഇനി ഇതൊരു 1/2 മണിക്കൂറും കൂടെ അടച്ചു വെച്ച് കൊടുത്തിട്ട് മാറ്റി വെക്കണം. 1/2 മണിക്കൂറിന് ശേഷം കുറച്ച് ടൊമാറ്റോ സോസ് ഇതുപോലെ നന്നായിട്ട് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ആക്കി കൊടുക്കാം. പിന്നെ കുറച്ച് വെളുത്തുള്ളും കറുത്തുള്ളും കൂടെ ഇതുപോലെ അങ്ങ് വിതറി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഒറിഗാനോയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. അടികട്ടിയുള്ള ഒരു പാത്രം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കണം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ ആദ്യം ഒരു 15 മിനിറ്റും പിന്നീട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ 10 മിനിറ്റുമാണ് ഇത് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല. താങ്ക് യു ഫോർ വാച്ചിങ്.